ചെവി ഓർത്തി കഴിഞ്ഞാൽ ജോൺ പോൾ സാർ ഈ ചാവറയുടെ താഴത്തെ ഹോളിൽ ഇരുന്നുകൊണ്ട് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നതിന്റെ ആ ശബ്ദം നമുക്ക് നമ്മുടെ ചെവികളിൽ മുഴങ്ങുന്നതായിരുന്നു. നമുക്കിടെ മൈൻഡ് സ്ക്രീനിൽ ജോൺ പോൾ സാറിന്റെ ഇരിപ്പും സംസാരവും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അനുഭവിക്കാൻ സാധിക്കും. കഴിഞ്ഞ 7 വർഷക്കാലം, കഴിഞ്ഞ 1 വർഷം ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അതിനെ ചിട്ടയായിട്ട് രൂപപ്പെടുത്തി ആളുകളെ കൂട്ടി യോജിപ്പിച്ച് വളരെ മനോഹരമായ ഒരു ചിട്ടയോടുകൂടി പ്രോഗ്രാമിനെ, ചാവറയുടെ വളർച്ചയുടെ ഒരു വലിയ കാലഘട്ടം 15 വർഷക്കാലം ധ്രുവീയസിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പിന്നീട് നമ്മുടെ തോമസിന്റെ ഡയറക്ടർഷിപ്പ് കാലത്തും ഒക്കെ ജോൺ പോൾ സാറ് ചാവറയിൽ ചേർന്ന് നിന്നിരുന്നു. ചാവറയിൽ ചേർന്ന് നിന്നിരുന്നു എന്നുള്ള അല്ലെങ്കിൽ ചാവറയ്ക്ക് വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് എറണാകുളത്തിന്റെ സാംസ്കാരിക ഇടത്തിൽ ജോൺ പോൾ സാർ എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു എന്നുള്ളതാണ്. അത് വലിപ്പ ചെറുപ്പമന്യേ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുകയും കൂട്ടിയോജിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തി. സിനിമയുടെ മാത്രമല്ല, എഴുത്തിന്റെ സൗന്ദര്യം. ജോൺ പോൾ സാറിന്റെ പുസ്തകങ്ങൾ മുഴുവൻ ഇവിടെ കളക്ട് ചെയ്ത് ജോൺ പോൾ കോർണർ എന്ന് പറഞ്ഞ് നമ്മൾ ഈ ലൈബ്രറിയിൽ പ്രത്യേകമാം വിധം നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജോൺ പോൾ സാർ നേരിട്ട് എഴുതിയ പുസ്തകങ്ങളെ എടുത്ത് വായിക്കുമ്പോൾ ആ വാക്കുകളുടെ ശക്തിയും ആഴവും ഒഴുക്കും ഒക്കെ വളരെ വ്യത്യസ്തമായ ഒരു എഴുത്തുകാരന്റെ, പ്രത്യേകിച്ച് സിനിമ എഴുതുന്ന വ്യക്തിയിൽ നിന്നും മാറി മറ്റു പല കാര്യങ്ങളെ കുറിച്ചും എഴുതുകയും സംവദിക്കുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. ഞാൻ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നമ്മളുടെ ഉള്ളിൽ ജോൺ പോൾ സാറ് ഓരോ ആ വ്യക്തിയുടെയും ഉള്ളിൽ വ്യത്യസ്തമായ അനുഭവമായി നിലനിൽക്കുന്നുണ്ട്. ഈ അനുസ്മരണ ചടങ്ങിന്റെ സ്വാഗത കർമ്മത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇന്ന് ജോൺ പോൾ അനുസ്മരണത്തിനായി നമുക്ക് ഇവിടെ സന്നിഹിതനായിരിക്കുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട സാനുമാഷാണ്. പ്രത്യേകിച്ച് മുൻനിരകളുടെ യാതൊരു ആവശ്യവുമില്ലാത്ത നമ്മുടെ ഗുരുനാഥനായ സാനുമാഷിനെ ഒരുപാട് സ്നേഹത്തോടെ ഈ അനുസ്മരണ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ തോമസ് മാത്യു സാറ്, നമുക്കറിയാം, നിരന്തരം ചാവറയുടെ പ്രവർത്തനങ്ങളും കൊച്ചിയിലെ സാംസ്കാരിക ഇടങ്ങളിലെ നിറസാന്നിധ്യമായിട്ട് എപ്പോഴും നമ്മളോടൊപ്പമുള്ള തോമസ് മാത്യു സാറിനെ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഐഷാന്റെയും ജിഷയും ഇവിടെ സന്നിഹിതരാണ്.
ഞാൻ പിന്നീട് പലപ്പോഴും ആയിഷ ആൻറ്റിയെ കാണാനായിട്ട് വീട്ടിൽ പോകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരുപാട് തവണകളിലില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. ഞാൻ ആദ്യം കാണുമ്പോൾ ആയിഷ ആൻറ്റി വളരെ രസകരമായ ഒരു സെന്റൻസ് പറഞ്ഞു. എൻ്റെ മനസ്സിലും ഹൃദയത്തിലും അത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ സാർ ഇത്ര വലിയ ആളാണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. നമ്മൾ കേരളം മുഴുവൻ ജോൺ പോൾ സാർ എന്ന് പറയുന്ന പേരിനെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുകയും ആ പേരിന്റെയും ആ സിനിമയും സാഹിത്യവും സംഭാഷണവും പ്രസംഗവും എല്ലാം ചേർന്ന ഒരു വ്യക്തി. നമുക്ക് അത്തരം ആളുകളെ കണ്ടെടുക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. വളരെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു സംഘാടകനും, അത് എഴുത്തിലായാലും സ്റ്റേജ് പ്രോഗ്രാം ആയാലും സിനിമയായാലും ഡോക്യുമെന്ററി ആയാലും ഏതു വിധത്തിലായാലും അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സഹധർമ്മിണിയായി നീണ്ടകാലം ഒപ്പമുണ്ടായിരുന്ന ആയിഷ ആൻറ്റി വളരെ സ്നേഹത്തോടെ പറയുകയാണ്, ഓർമ്മകളെ അടുക്കിയെടുത്തോ സ്നേഹത്തോടെ പറയുകയാണ്, സാർ ഇത്ര വലിയ, അപ്പോൾ എത്ര മനോഹരമായിട്ടുള്ളൊരു സ്നേഹത്തിന്റെ ജീവിതമാണ്. സാറ് വേറെ വ്യത്യസ്തമായ ഒരു പ്രൊഫൈലുള്ള ആളെന്ന ധാരണകളൊന്നും ഇല്ലാതെ വീട്ടിൽ കുടുംബനാഥനായിട്ടുള്ള ഒരു സാറിന്റെ ചിത്രം ഉള്ളിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ആയിഷ മാം അങ്ങനെ സംസാരിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരുപാട് സ്നേഹത്തോടെ ഈ അനുസ്മരണ ചടങ്ങിലേക്ക് ആയിഷ മാമിനെ സ്വാഗതം ചെയ്യുകയാണ്. പ്രായം ഒരിക്കലും കുറയുന്നില്ല, പ്രായം കൂടിയാണ് വരുന്നത്. പ്രായം കൂടുന്നതോറും നമ്മുടെ ഉന്മേഷവും ശക്തിയും കുറയും എന്നത് ലോകത്തിൻ്റെ പ്രകൃതിയാണ് നിങ്ങൾക്കറിയാം. എനിക്കും ഇത് ബാധകമാണ്. ജോൺ പോളിന്റെ ഈ അനുസ്മരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയല്ല. കാരണം എല്ലാ ദിവസവും ഞാൻ ഓർമ്മിക്കുന്ന ഒരു വ്യക്തി ജോൺ പോളാണ്. ആ വ്യക്തി ബന്ധം വളരെ കാലം നീണ്ടതുമാണ്. അദ്ദേഹം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. വിദ്യാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തെ അറിയുന്നത് അദ്ദേഹത്തിന്റെ പിതാവിലൂടെയാണ്, പൗലോസ് മാസ്റ്റർ. അദ്ദേഹം കോളേജിൽ നിറഞ്ഞിരുന്ന, നിരന്തരമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്ന, കോളേജിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും അത് ഭദ്രമാക്കുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹം പുസ്തകം എഴുതുമായിരുന്നു സ്പോർട്സിനെ കുറിച്ച്. നമ്മുടെ നാടൻ കളിയിലുള്ള തലപ്പന്ത് കളി തുടങ്ങിയ പഴയ കളികളെ കുറിച്ച് ഒരു പുസ്തകം തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുത്രൻ എന്ന രീതിയിലും ക്ലാസ്സിൽ ശ്രദ്ധാലുവായിരിക്കുന്ന ജിജ്ഞാസുവായ വിദ്യാർത്ഥി എന്ന നിലയിലും അദ്ദേഹവുമായുള്ള ബന്ധം തുടർന്നു പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷവും നിരന്തരമായി അദ്ദേഹം തിരക്കഥ രചയിതായി പോയപ്പോഴും ഇടയ്ക്കിടെ എന്നെ വിളിക്കും, വല്ലപ്പോഴും കാണും, ഓരോ കാര്യങ്ങൾ വർത്തമാനം പറയുകയും ചെയ്യും. പിന്നീട് ചാവറയിൽ വെച്ചാണ് ഞങ്ങൾ കൂടുതൽ സഹകരിക്കുന്നത് പ്രവർത്തനത്തിൽ. ചാവറയുടെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം കണക്ക് നോക്കും, കണക്ക് എഴുതും, ഓഡിറ്റിങ്ങിൽ സഹായിക്കും. പിന്നെ മറ്റ് ആവശ്യം ഇതൊന്നും എനിക്ക് താല്പര്യമുള്ള വിഷയമല്ല, എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാത്തിലും പങ്കെടുക്കും. എല്ലായ്പ്പോഴും അദ്ദേഹത്തിൽ കാണുന്ന ഒരു പ്രത്യേകത അദ്ദേഹത്തിന്റെ പ്രസാദമാണ്. കോവിഡ് കാലത്ത് ഞാൻ വളരെയധികം വിഷമിച്ച ഒരു ഘട്ടമാണത്. അന്ന് അദ്ദേഹം എന്നെ വിളിച്ചോടെ കൊണ്ടുവരും. ഇവിടുന്ന് കാലയച്ച് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത് നമുക്ക് അല്പസമയം സന്തോഷിക്കേണ്ട ഇതാണ്, അത് ജീവിതത്തിന്റെ ആവശ്യമാണ്. അതിന് നമ്മുടെ ജോൺസൺ ഉണ്ട്. ജോൺസന്റെ വീട്ടിൽ നിൽക്കുന്ന കൃഷ്ണൻ ഭട്ടാചാര്യൻ നല്ല ചായ ഉണ്ടാക്കും, നല്ല ഉഴുന്നോട് എവിടെ കിട്ടുമെന്ന് ജോൺപോൾ അറിയാം, അത് വരുത്തും. അങ്ങനെ ആ നിമിഷങ്ങളിലും അദ്ദേഹം ജീവിതത്തെ ഒരു സന്തോഷമായിട്ടാണ് എപ്പോഴും കാട്ടിയിരുന്നത്. എസ് കെ പൊറ്റേക്കാടിന്റെ ഒരു കവിതയുണ്ട്, സഞ്ചാരിയുടെ ഗീതങ്ങൾ. മരണഗന്ധം കലർന്നതാണെങ്കിലും ജീവിതത്തിന് മരണത്തിന്റെ ഗന്ധമാണ് ഓരോ നിമിഷവും. മരണം നമ്മെ തൊട്ടുരുമ്പി നിൽക്കുന്നു. ഒരു നിയമവും ഇല്ലാത്തതെങ്കിലും ജീവിതത്തിന് പ്രത്യേക നിയമമില്ല, എങ്ങോട്ട് പോകും അങ്ങോട്ട് പോകുന്നതിൽ ഒരു നിരർത്ഥക സ്വപ്നമാണെങ്കിലും ഭയങ്കരമാണത് പ്രയോഗം. ഒരു നിരർത്ഥക സ്വപ്നമാണെങ്കിലും മധുരവാണിനിക്ക് എന്ന ഒരു ജീവിതം, ഇത് ആവർത്തിക്കും. സഞ്ചാരിയുടെ ഗീതങ്ങൾ. പൊറ്റേക്കാട് നല്ലവർ കഥ എഴുതുന്ന പോലെ കവിതയും എഴുതും, നോവലെഴുതും. അപ്പൊ പൊറ്റേക്കാടിനെയും ജോൺ പോൾ ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഇവിടെ ജോൺസൺ വരും, മൊത്തു വരും, അതിനിടയ്ക്ക് വരുന്നതാണ്, ഞങ്ങളുടെ പങ്കെടുക്കുന്നവരാണ്. അങ്ങനെ കുറെ പേര് വന്ന് ഇവിടുത്തെ കക്ഷിഭേദമില്ല, വീക്ഷണഭേദമില്ല, ഞങ്ങളെല്ലാം ഒന്നായി നാം ജീവിക്കുന്നവരാണ്.
ജീവിക്കുന്നവരെന്ന രീതിയിൽ നമുക്ക് ജീവിതത്തെ അന്ത്യം വരെ സാർത്ഥകമാക്കുന്നതിന് അതിൻ്റെ ഭാഗമാണ് ഉല്ലാസപ്രിയ ഉണ്ടാകുക എന്നുള്ളത് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രമാത്രം അവിസ്മരണീയനായി തീർന്നത്. അദ്ദേഹം ഏത് കാര്യം വരുമ്പോഴും അതിന് പ്രത്യേക ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുമ്പോൾ എൻ്റെ പേരിലുള്ള സാമി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. അത് നിയമാവലി ഉണ്ടാക്കി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നെല്ലാം പോയി സമീപിക്കേണ്ടവരെ സമീപിച്ച് അതിനൊരു അടിത്തറ ഭദ്രമാക്കിയത് ജോൺ പോളാണ്. അതുപോലെ ഒരു കുഞ്ഞിനെ ഇവിടെ കൊന്നിരുന്നു കരയിലെ പണിയിൽ. ഒരു മയക്കുമരുന്നിന് വിധേയനായ ഒരാൾ 7 വയസ്സുള്ള ഒരു കുഞ്ഞ് പാലുവായിക്കാവായി തിരിച്ചു വരുമ്പോൾ അവനെ കത്തിക്ക് കുത്തിക്കൊള്ളു. 10 കുത്തോ 12, 14 കുത്തി കൊടുത്തു. ആൾ കാണുന്നുണ്ട്, പക്ഷെ കുത്തുകാണെന്നാലും അറിയുന്നില്ല. ഈ 7 മണിക്ക് വേണ്ടി പാല് വാങ്ങിച്ചിരുന്ന കുട്ടി അവർക്ക് കുത്താൻ തോന്നുമോ? പക്ഷെ കുറെ കഴിഞ്ഞ് പണി ചോര വീഴുന്നവരുണ്ട്. അടുത്തുള്ള സ്ത്രീകൾ ഓടിക്കൊടുമ്പോഴാണ് കുത്തിക്കഴിഞ്ഞു എൻ്റെ അമ്മ വന്ന് വായിലെടുത്തു. അവന്റെ പിതാവ് ഓട്ടോറിക്ഷക്കാരും ഓട്ടോറിക്ഷയെ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങളവിടെ പോയി. ജോൺ പോളാണ് ഞങ്ങൾ ഇപ്പൊ തന്നെ പോയി. അന്ന് ഇവിടുത്തെ ഡയറക്ടർ അച്ഛനായിട്ട് ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് മയക്കുമരുന്നിനെതിരായി കുട്ടികൾക്കെതിരായി ഇടുക്കിയിൽ പ്രചാരണം നടത്താൻ ഒരു ചെറിയ സംഘം ഉണ്ടാക്കി അത് രജിസ്റ്റർ ചെയ്തു. ഞങ്ങൾ എത്രയോ സ്കൂളുകളിൽ മയക്കുമരുന്നിനെതിരായ കാര്യങ്ങൾ പ്രസംഗിച്ചു. അതും ജോൺ പോളാണ് മുൻകൈയെടുത്തിരുന്നത്. അങ്ങനെ നിരന്തരം നിരന്തരായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജോൺ പോൾ. എന്നാൽ മാത്രമല്ല അദ്ദേഹത്തിന് അവിസ്മരണീയമായ എന്തോ ഒന്ന് എപ്പോഴും ഉണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് പേര് പരിചയപ്പെടുന്നു. ഇംഗ്ലീഷിലെ ഒരു കഥ ഞാൻ ഓർമ്മിക്കുന്നു. കഥയുടെ പേര് മൃതർ എന്നാണ്. മൃതർ എന്ന കഥയിലെ അർത്ഥം, ഞാനും എൻ്റെ ഭാര്യയും വളരെ ഉല്ലാസപ്രദമായ ഒരു ചടങ്ങ് ക്ലബിലാണ് ഇരിക്കുള്ളൂ. പങ്കെടുത്തു, ഭക്ഷണം നല്ലപോലെ കഴിച്ചു, നൃത്തം ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് മടങ്ങി വീട്ടിരിക്കുമ്പോഴും ഇവൾ മാത്രം ഒരു സന്തോഷം കാണിക്കുന്നില്ല. അവൾ വളരെ മോടി എന്ന് നമ്മൾ പറയുന്നത് പോലെ അല്പം ചിത്താഗ്രസ്തയായിരിക്കുന്ന ചോദിച്ചു, നീ എന്താണ് ഞാൻ നിൽക്കുന്നത്? ഈ സന്തോഷങ്ങളെന്നും പോയി നമുക്ക് ഒന്നിച്ചായിരുന്നു വിശ്വസിക്കേണ്ട സമയമല്ലേ എന്നെല്ലാം പറയുമ്പോൾ അവൾ പറയും, ഞാൻ അവനെ ഓർമ്മിച്ചോളൂ. അപ്പൊ അവനാരാണ് എന്നൊരു ഭർത്താവിന്റെ ജലസി. അവനാരെന്ന് പറയും. അവൾ കൊണ്ടേയില്ല. ഞാനാണ് നിർബന്ധം, എന്നിട്ട് കാമുകനാണ് അവൻ. ചിത്ത പറയാൻ കാമുകനല്ല, ഒരു ലോകത്തിലില്ലാത്ത ഒരാളാണ്. അപ്പൊ ആരാണെന്ന് ചോദിച്ചപ്പോൾ വളരെ നിഷ്കളങ്കമായി അവളെ സ്നേഹിച്ചിരുന്ന ഒരാൾ. അവസാനം ഇവിടെ കാണാൻ വേണ്ടി വന്ന് പോകുമ്പോൾ മഞ്ഞു കൊണ്ടത് മൂലം രോഗം ബാധിച്ച് മരിച്ചു വരുന്നതാണ് ഓർമ്മിച്ചതാണ്. ഇതിന്റെ അർത്ഥം ഈ ഭർത്താവ് മൃതനാണ്, ജീവിച്ചിരിക്കുന്നത് അന്നത്തെ ആ സ്നേഹഭാചനമാണ്. നമ്മളെല്ലാവരുടെ ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. അവനെ തൊട്ടിൽ മറക്കുന്നവര്, വർത്തമാനം പറയുന്നവര്, ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരെ നമുക്ക് ഒരധികം പേര് നമ്മളെ സംബന്ധിച്ചിടത്തോളം മൃതരായിരിക്കുമ്പോൾ മൃതരായ ചിലർ നമ്മുടെ ഓർമ്മയിൽ പിന്നെയും അന്വേഷിക്കുന്നു. മരിച്ചവർ ജീവിച്ചെടുക്കാൻ വേഗത്തിൽ വളരുന്നു എന്ന് മറ്റൊരു നാടകത്തിൽ ആനസ്കോ പറയുന്നുണ്ട്. ജീവിച്ചിരിക്കുന്നവരെക്കാൾ വേഗത്തിൽ മരിച്ചവർ. ആ അർത്ഥത്തിൽ ജോൺ പോൾ അദ്ദേഹത്തെ അറിയുന്നവരുടെ എല്ലാം ഹൃദയങ്ങളിൽ എപ്പോഴും ഇന്ന് ജീവിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ചെയ്ത സേവനങ്ങൾ അത് ഇതിന് മാത്രമല്ല. ഇപ്പോൾ HIV ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടായി. ചാവറ എന്ന പേര് ഞാൻ മറന്നുപോയി, മനസ്സിലായി. അത് ഉണ്ടാക്കുമ്പോൾ അതിനെ ഉടനെ തന്നെ പ്രത്യേകമായ ഭരണഘടന ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്തു. സിസ്റ്റർ ചൈതന്യാണ് അതിന് നേതൃത്വം നൽകിയത്. സിസ്റ്റർ കൊണ്ട് ചാർജ് ഏൽപ്പിച്ചു. അങ്ങനെ സിസ്റ്റർ ആ സമയത്ത് സിസ്റ്ററിന് ഒരു പ്രതിസന്ധി ഉണ്ടായി. ഇവരുടെ കിഡ്നി ഫെയിലിയർ ആയപ്പോൾ കിഡ്നി കൊടുക്കണോ വേണ്ടയോ ആകുമ്പോൾ ഞങ്ങളെല്ലാം കൂടി ചേർന്നിട്ടാണ് സിസ്റ്ററിനെ കൊടുക്കുന്ന പ്രലോഭനമാണ് കൊടുക്കാനാണ്. അതിന് സ്ഥിരീകരണം സിസ്റ്റർ കിഡ്നി കൊടുത്തു മടങ്ങി വരുന്നവരെ ഞങ്ങൾ കാത്തിരുന്നു. ഇതിലെല്ലാം ഇടയിലാണ് ജോൺ പോൾ യാത്ര ചെയ്യാനും മടിയില്ലാതെ വന്നത്. പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ട് റോമിലേക്ക് തന്നെ പോയി. ഈ വലിയ വണ്ണയും അടയ്ക്കാനുള്ള പ്രയാസം വഹിച്ചിട്ട് റോം വരെ പോയി. അതിനിടെ ദുബായിലെ താമസിച്ചു. ഒരിക്കൽ എൻ്റെ ഒരു ഡോക്യുമെന്റ് എടുക്കുക എന്നെ വിളിച്ചുകൊണ്ട് തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, അരുവിപ്പുറം, മഹാരാജാസ് കോളേജ്, SN കോളേജ്, ഇവിടെ എല്ലാം പോയിട്ടുണ്ട്. ഞാൻ നടന്നു പോയി, പക്ഷെ ജോൺ പോൾ നടന്നില്ല. അങ്ങനെ വെളുപ്പിന് 8 മണിക്ക് 3 മണിക്ക് കഴിഞ്ഞ് ഇവിടെ എത്തി.
അങ്ങനെ ക്ഷീണമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന താൻ ചെയ്യുന്ന ഏത് കർമ്മങ്ങളിലും ആത്മാർത്ഥത 100% മുദ്രണം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ജോൺ പോൾ. അദ്ദേഹം അവരെ സംബന്ധിച്ചിടത്തോളം ചാവറയുടെ എല്ലാമായിരുന്നു, എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം അവരെ പ്രവർത്തിച്ചിരുന്നു. സെന്റ് തെരേസാസിലും സിസ്റ്ററുടെ കഥ കേട്ടിരുന്ന സിസ്റ്റർ മദർ തെരേസയുടെ കഥ കേട്ടു. മദർ തെരേസ ഫാമിലിയല്ല, ഇത് സ്ഥാപിച്ച മദർ തെരേസ അവർ നിയോഗം പോലെ ഇവിടെ വന്നു, അവർ സ്ഥാപിച്ചു, ഓർഫനേജ് സ്ഥാപിച്ചു, ആലപ്പുഴ പോയി സെന്റ് ജോസഫ് കോൺവെന്റ് സ്ഥാപിച്ചു. അങ്ങനെ അദ്ദേഹം മരണമടയുകയും ചെയ്തു. അപ്പൊ അതെല്ലാം വെച്ചുകൊണ്ട് അതിലൊക്കെ സജീവമായി ശ്രദ്ധ പതിപ്പിക്കുകയും അന്ത്യനിമിഷം വരെ കർമ്മനിരതനായി നമ്മുടെ മധ്യത്തിൽ കഴിയുകയും ചെയ്ത അദ്ദേഹത്തിന്റെ പുണ്യാത്മാവ് ഇന്നും നമ്മുടെ സ്മരണയിൽ നിലനിൽക്കും നമ്മുടെ വിശ്വാസം. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന്റെ ഉദ്ഘാടന കർമ്മം അത്യന്തം വിനയപൂർവ്വം നിർവഹിച്ചുകൊള്ളും. കൊറോണ കാലത്ത് ഇവർ രണ്ടുപേരും കൂടി ഈ ചാവറയുടെ മുറ്റത്ത് ഒരു ടേബിളിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഞാനും തോമാസിനൊക്കെ പോയി കുറച്ചു നേരം കേട്ടിരിക്കും. പിന്നെ ഷട്ടിൽ കളിക്കും, എങ്ങോട്ടും പോകാൻ പറ്റില്ല, അകത്തായിരുന്നു. ഒരു പ്രത്യേക കാലഘട്ടം. അപ്പോൾ ഇപ്പം പറഞ്ഞതുപോലെ നമ്മുടെ മാട്രിമണിയിലെ ജോൺസണും ജോലിയും ഒക്കെ വന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ ജോൺ പോൾ സാറ് പറയും എവിടെയാണ് നല്ല ഭക്ഷണം കിട്ടുന്നത്, നല്ല പരിപാടി കിട്ടുന്നത്. ഇതൊക്കെ വളരെ മനോഹരമായ ചെറിയ ഇമോഷൻ ആണെങ്കിലും ഭയങ്കര രസമുള്ള ആ പൊതുവിടമായിട്ട് അവരവിടെ നമ്മൾ പറയല്ലേ വീട്ടുമുറ്റത്ത് കാർന്നവന്മാരിരുന്ന് സംസാരിക്കുന്നതിന്റെ ചുറ്റുവട്ടം ഓടി നടന്ന കൊച്ചുകുട്ടികളെ പോലെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ സാന്നിധ്യം വളരെ മനോഹരമായ ഒരു അനുഭവമായിരുന്നു. ഒരുപാട് സ്മൃതികളെ ഓർത്തെടുത്തുകൊണ്ട് സംസാരിച്ച സാനു മാഷിന് നന്ദി. പ്രഭാഷണത്തിനായി തോമസ് മാത്യു സാറിനെ ക്ഷണിക്കുകയാണ്. ആദരണീയരെ, പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ എന്താണ് സംസാരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയും എൻ്റെ മനസ്സിലിപ്പോഴില്ല. സംസാരിക്കേണ്ട വിഷയം ജോൺ പോളാണ് എന്നെല്ലാവർക്കും അറിയാം. ജോൺ പോളിനെ കുറിച്ചുള്ള പ്രകാശപൂർണമായ ചിത്രങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകയും മനസ്സിൻ്റെ വലിയ സമ്പാദ്യങ്ങളിൽ ഒന്നായി ആ ചിത്രത്തെ കരുതുകയും ചെയ്യുന്ന ആളുകളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നെനിക്ക് നല്ല നിശ്ചയമാണ്. ജോൺ പോളിനെ കുറിച്ച് ഓർക്കുന്ന സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നത് അസാധാരണമായ ഒരു സാന്നിധ്യമായിരുന്നു ജോൺ പോൾ എന്ന കാര്യമാണ്. വലിയ സാന്നിധ്യമായിരുന്നു, നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമായിരുന്നു. ഏത് പരിപാടി നടക്കുമ്പോഴും ആ പരിപാടിയുടെ മുമ്പിൽ ഒന്നും കയറി നിൽക്കാതെ ഒതുങ്ങി മൂലിക്കൊടുത്തിരുന്നു കൊണ്ട് ആ പരിപാടി എങ്ങനെയാണ് നടക്കേണ്ടത്, അതിൻ്റെ ചിട്ടകൾ എന്തൊക്കെ ആയിരിക്കണം, ഓരോരുത്തരും എത്ര മിനിറ്റ് വീതമാണ് സംസാരിക്കേണ്ടത്, സംസാരിക്കുമ്പോൾ അവർ ഊന്നൽ കൊടുക്കേണ്ട മുഖങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് അതിനെയൊക്കെ ആ വഴിക്ക് നിയന്ത്രിച്ചുകൊണ്ട് അദ്ദേഹം നിൽക്കുമായിരുന്നു. ഇത് അസാധാരണമായ ഒരു വൈഭവമാണ് എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹം വ്യാപരിച്ച ജീവിത മണ്ഡലങ്ങളെക്കുറിച്ചൊന്നും പറയാൻ ഞാനാണല്ലോ. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ സിനിമയിലുള്ള സംഭാവനകൾ എത്രമാത്രം വലുതാണ്, അത് എത്രമാത്രം ആഴമുള്ളതാണ് എന്നതിനെ സംബന്ധിച്ച് സംസാരിക്കാൻ ഞാൻ യോഗ്യതയുണ്ട്. ആ നിലയ്ക്കല്ല ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. വലിയ സംഘാടകനായിരുന്നു ജോൺ പോൾ. വലിയ സംഘാടകനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓരോ പരിപാടിയും അതിൻ്റെ എല്ലാ വലിപ്പത്തിലും സങ്കല്പിക്കാൻ കഴിയുകയും ആ വലിപ്പത്തിൽ അത് നിർവഹിക്കുന്നതിൽ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്ന ആളാണ്. ചെറിയ ചെറിയ കാര്യങ്ങളല്ല അദ്ദേഹത്തിന് മനസ്സിലുണ്ടാവും. എപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഏതെങ്കിലും ചില പരിപാടികളെ കുറിച്ചുള്ള ഓർമ്മകൾക്ക് വിചാരങ്ങളുണ്ടാവും.
ചില സമയത്ത് അദ്ദേഹം ടെലിഫോൺ വിളിച്ചിട്ട് പറയും അടുത്ത മാസം 28-ാം തീയതി ബ്ലോക്ക് ചെയ്ത് വയ്ക്കണം. ഞാൻ ചോദിക്കാം എന്താ കാര്യമെന്ത് എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ആലോചിക്കാം. ഇപ്പൊ അതല്ല, ഞാൻ ആ ദിവസം ചങ്ങമ്പുഴക്ക പാർക്ക് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്ന് നമ്മളൊരു പരിപാടി നടത്തി എന്തോന്ന് പിന്നെ തീരുമാനിക്കാവുന്നതാണ്. ഈ തരത്തിൽ വളരെ മുമ്പിലേക്ക് നോക്കി കാര്യങ്ങൾ കാണുകയും ആ പരിപാടികളിലൊക്കെ ആരൊക്കെയാണ് സംബന്ധിക്കേണ്ടത്, അവർക്ക് ഏത് വിഷയങ്ങളെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ വലിയ ധാരണകൾ മനസ്സിൽ സ്വരൂപിച്ചു വെക്കുകയും ചെയ്ത അതങ്ങനെ അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ നിർവഹിക്കാനുള്ള അസാധാരണമായ വൈഭവം അദ്ദേഹം കാണിപ്പിക്കുന്നു. എത്ര പരിപാടികളാണ് ജോൺ പോളിന്റെ നേതൃത്വത്തിൽ ഇവിടെ തന്നെ നടന്നിട്ടുള്ളത് നമുക്കറിയാം. ഇതൊക്കെ ഓർക്കുന്ന ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അറിഞ്ഞുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അറിഞ്ഞുകൂടാത്ത ആളുകളോടല്ലേ പറയുന്നു. ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രങ്ങളാണ്. ഓരോ പരിപാടിയും അതിൻ്റെ വിശദാംശങ്ങൾ, അതിൽ എവിടെയാണ് ഊന്നൽ കൊടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുകയും അത് മനസ്സിൽ കാണുകയും അത് അനുസരിച്ച് ഓരോരുത്തരെയും നിയോഗിക്കുന്നതിൽ ശ്രദ്ധാലുവായിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രകടമായിരുന്നു അദ്ദേഹത്തിൽ. ഞാൻ വളരെ വിശദമായ കാര്യങ്ങൾ എന്നല്ല വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഭാഷണത്തെ കുറിച്ചുള്ള പറയുന്നുണ്ട്. പലപ്പോഴും എന്നോട് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്നോ തിരുവനന്തപുരത്തേക്ക് കാറിൽ യാത്ര ചെയ്യുമ്പോൾ നല്ല വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം ഹോട്ടലുകളാണ് എന്ന് വളരെ കണിശമായി പറഞ്ഞു തരുന്ന ഒരാളാണ് അദ്ദേഹം. ഇവിടുന്ന് പോകുമ്പോൾ അവിടെ ഒരു മദേഴ്സ് ഹോട്ടലുണ്ട്. അതിവിടെ ശരിക്കും മദേഴ്സ് ഹോട്ടൽ തന്നെയാണ്. അവിടെ കയറി ഭക്ഷണം കഴിച്ചേ പോകാവൂ, പള്ളിക്കല്ല ഇപ്പോൾ വേറെ സ്ഥലം. ഇങ്ങനെ എല്ലാ ഹോട്ടലുകളെ സംബന്ധിച്ച് അതിൻ്റെ രുചിഭേദങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യും. ഈ രുചിഭേദങ്ങളെ കുറിച്ച് എഴുതുക എന്ന് പറയുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ രുചിഭേദങ്ങളെ കുറിച്ച് എഴുതുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വിനോദവുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഓരോ ഗ്രാമത്തിലും ഉള്ള ചില സവിശേഷതകളുണ്ട്, ചിലവരുടേതായ ചില സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഭക്ഷണത്തിന്. ആ ഭക്ഷണത്തിൻ്റെ സവിശേഷതകൾ എന്താണ്, അതെങ്ങനെയാണ് പാചകം ചെയ്യുന്നത്, അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് എന്ന് എല്ലാം അറിഞ്ഞ് അതിനെക്കുറിച്ചൊക്കെ വിശദമായി എഴുതുകയും ഏതായാലും ഒരു ലേഖനം വായിച്ചു കഴിയുമ്പോൾ ഒരു ഭക്ഷണ സാധനം കഴിച്ച ഒരു സുഖം നമുക്ക് തോന്നുകയും ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ഓരോരോ ചിത്രത്തിൻ്റെ ഓരോരോ കാഴ്ച അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു. ഓരോ ചലച്ചിത്രകാരനായതുകൊണ്ട് മാത്രമല്ല, ഒരുപക്ഷെ ചലച്ചിത്രകാരനായത് തന്നെ ഈ ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടാവാം. ഏത് കാര്യം വിവരിക്കുമ്പോഴും എന്ത് പറയുമ്പോഴും എന്ത് എഴുതുമ്പോഴും നമ്മുടെ കൺമുമ്പിൽ അതുണ്ട് എന്നുള്ള രീതിയിൽ അതിനെ ആവിഷ്കരിക്കാൻ കഴിയുകയും അത് നമ്മുടെ മനസ്സിൽ പതിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷ വ്യക്തിത്വമാണ്. ഞാൻ ഒരു വലിയ സാന്നിധ്യമായിരുന്നു, ഒരു പ്രസൻസ് ആയിരുന്നു എന്ന് പറയും. സാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ പറയണം, ഒരു സാന്നിധ്യവും മൂകമാകലില്ല എന്ന വളരെ പ്രസിദ്ധമായ വാക്യമുണ്ട്. നോ പ്രസൻസ് ഈസ് മ്യൂട്ട് എന്ന് പറയുന്ന പ്രസിദ്ധമായ വാക്യം. ജോൺ പോൾ നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഒന്നും സംസാരിക്കുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം നമ്മളോട് എന്തൊക്കെയോ സംവദിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്തെക്കുറിച്ച്, ഈ ലോകം കൂടുതൽ സുന്ദരമായി തീരുന്നതിനെക്കുറിച്ച്, ഈ ലോകത്തെ കൂടുതൽ സുന്ദരമാക്കുന്നതിന് നമ്മുടെ ഭാവനയും നമ്മുടെ സർഗശക്തിയും എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ സങ്കല്പങ്ങൾ നെയ്തുകൊണ്ടേയിരിക്കുകയും ആ സങ്കല്പങ്ങൾ ഓരോരുത്തരുടെ മനസ്സിലേക്കും സംക്രമിപ്പിക്കുന്നതിന് ശ്രദ്ധിക്കുകയും ചെയ്തിരുന്ന ആളാണ്. പല രംഗങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ച രീതികളെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്, സാൻമാഷ് സൂചിപ്പിക്കുന്നുണ്ടായി. എത്രയോ കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു, എത്രയോ കാര്യങ്ങൾ അതിമഹത്തായ രീതിയിൽ നിർവഹിക്കപ്പെട്ടു. പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, അദ്ദേഹം പോയതിനു ശേഷം ഈ ഭാരങ്ങളൊക്കെ വഹിക്കേണ്ടി വരുന്ന ആളുകൾ എൻ്റെ മുമ്പിലുണ്ട്, എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. പക്ഷേ ജോൺ പോളുടെ സമയത്ത് ഈ കാര്യത്തിലൊന്നും നമ്മളൊരു ബുദ്ധിമുട്ട് അറിയുന്നില്ല. ഒപ്പിടുന്ന ജോലി മാത്രമേ, അദ്ദേഹം എല്ലാം ടൈറ്റൊക്കെ ചെയ്ത്, പക്ഷേ നല്ല ടൈപ്പിസ്റ്റൊന്നുമല്ല, പക്ഷെ അതിമനോഹരമായി അതീവ ശ്രദ്ധയോടുകൂടി ഇതൊക്കെ നിർവഹിച്ച് അദ്ദേഹം ചെയ്യുന്നത്. ഈ തരത്തിൽ ഒരു അസാമാന്യമായ വൈഭവമുള്ള ഒരു നിർവാഹകൻ എന്നുള്ള വലിയൊരു സ്ഥാനം അദ്ദേഹത്തിന് സങ്കല്പിക്കേണ്ടതുണ്ട്. ആ കഴിവുകളൊക്കെ വിനിയോഗിക്കുമ്പോൾ, ആളുകളോട് അദ്ദേഹം സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുമ്പോഴൊക്കെ നമുക്കറിയാം അദ്ദേഹം പറയുന്ന ഒരു വാക്ക്
തട്ടിക്കളയാൻ നമുക്ക് കഴിയുകയില്ല. തട്ടിക്കളയാൻ കഴിയില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം, ഇത് പറയുന്നതിൻ്റെ പിന്നിൽ എത്ര ഗാഢമായ സ്നേഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് ഓർമ്മയുണ്ടാവും. അതുകൊണ്ട് കാര്യം പറയുമ്പോൾ നിശബ്ദമായി അത് ഏറ്റെടുക്കുകയല്ലാതെ നമുക്ക് നിർവാഹമില്ലാതെ വരുന്നു. കാരണം ഇത് ചെയ്യാൻ നിങ്ങളാണ് യോഗ്യം, നിങ്ങൾക്ക് ഇത് കഴിയുള്ളൂ, അത് നിങ്ങൾ ചെയ്തേ മതിയാവുകയുള്ളൂ എന്നുള്ള തരത്തിലുള്ള വലിയ ഒരു ആത്മബോധത്തോടു കൂടിയുള്ള സംഭാഷണമായിരിക്കും അവിടെ ഉണ്ടാവും. ഈ ഒരു സവിശേഷത വളരെ ഗാഢമായി സ്നേഹിക്കുകയും ആ ഗാഢമായ സ്നേഹത്തെ ഗാഢമായി അനുഭവിപ്പിക്കുകയും ആ സ്നേഹത്തെ കർമ്മ പദ്ധതികളായി പരാവർത്തനം ചെയ്യുകയും ചെയ്യുന്ന അത്യന്തം ശ്രേഷ്ഠമായ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹം പിരിഞ്ഞു പോയി എന്നത് ദുഃഖകരമാണ്. അപ്പോൾ എൻ്റെ മനസ്സിപ്പോൾ പ്രവർത്തിക്കുന്നത് മരണത്തെ എപ്പോഴും മരിച്ചവന്റെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് കാണേണ്ടത് എന്ന് ആലോചിച്ചിട്ടാണ്. മരിച്ച ആൾക്കത് സുഖമാണോ ദുഃഖമാണോ എന്നാണ്. സി.ജെ. തോമസിന്റെ നാടകം വായിച്ചതിന് ശേഷം തുടങ്ങിയ ഒരു സുഖകേടാണ്. പക്ഷെ ഇപ്പോൾ ഓരോ സമയത്തും ആലോചിക്കുമ്പോൾ നന്നായി എന്ന് ചിലപ്പോൾ പറയാൻ തോന്നി പോകും. എന്തെല്ലാം ക്ലേശങ്ങളിലൂടെ, എന്തെല്ലാം വേദനകളിലൂടെ, എന്തെല്ലാം വ്യഗ്രതകളിലൂടെയാണ് ഈ മനുഷ്യൻ അവസാന കാലങ്ങളിൽ കടന്നുപോയിരുന്നത് എന്ന് അറിയുന്നു. ഇതൊന്നും മറ്റാരും അറിയാതെ ഈ ലോകത്തെക്കുറിച്ച് ആലോചിക്കുക എന്നതാണ് നമ്മുടെ ധർമ്മം എന്ന് വിചാരിക്കുകയും പറയുകയും ആ തരത്തിൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്തതാണ്. ലോകം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളെക്കുറിച്ച് ആലോചിച്ച് തുറന്നുകൊടുക്കുന്നതാണ്. ലോകത്തിൻ്റെ ഒരു കുഴപ്പം അത് തന്നെയാണ്. നാം ഈ ലോകത്തെക്കുറിച്ചുള്ള ആലോചന വിട്ട് ഈ രോഗി അവനവനെ കുറിച്ച് തന്നെ ആലോചിക്കുന്നു. അവനവനെ കുറിച്ചുള്ള ആലോചന ഉപേക്ഷിക്കാൻ കഴിയുന്ന സമയത്ത് രോഗം നമ്മളിൽ നിന്ന് അകന്ന് പോവുകയും ചെയ്യുന്നു. ജോൺ പോൾ തൻ്റെ രോഗങ്ങളെയും തൻ്റെ വേദനകളെയും തൻ്റെ വ്യഗ്രതകളെയും സ്വകാര്യമായ എല്ലാ കാര്യങ്ങളെയും അതിജീവിക്കാൻ ശ്രമിച്ചത് ഈ ലോകത്തെ നടത്തിപ്പിനെ സംബന്ധിച്ച്, ആ നടത്തിപ്പിലുള്ള സൗന്ദര്യത്തെക്കുറിച്ച്, അതിൻ്റെ ലാവണ്യ ശാസ്ത്രത്തെക്കുറിച്ച് ആലോചിക്കുകയും ആ തരത്തിൽ ആലോചിക്കാൻ മറ്റുള്ള ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നു. ഈ ഓർമ്മ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും വളരെ വിശുദ്ധമായ ഓർമ്മയാണ്. ജോൺ പോളിനെ കുറിച്ചുള്ള ഓർമ്മയിൽ വിശുദ്ധിയുടേതായി അംശം തീർച്ചയായും ഉണ്ട്. ആ വിശുദ്ധമായ ഓർമ്മകൾ മനസ്സിൽ വയ്ക്കുക എന്നത് മാത്രമേ നമുക്ക് ഈ സന്ദർഭത്തിൽ ചെയ്യാൻ കഴിയുള്ളൂ. ഈ സ്നേഹിതനെ എത്ര പ്രിയത്തോടുകൂടിയാണ് നമ്മൾ കണ്ടിരുന്നത്, എത്ര പ്രിയത്തോടുകൂടിയാണ് അദ്ദേഹം നമ്മളോട് വ്യാപരിച്ചിരുന്നത്. പ്രകാശമല്ലാതെ നിഴലിൻ്റെ ഒരു കണിക പോലും ജീവിതത്തിൽ പകർത്താതെ, ബന്ധങ്ങളിൽ കാണിക്കാതെ അദ്ദേഹം ഈ ലോകത്തിൽ ജീവിക്കുകയും ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തിരിക്കുന്നു. ഈ ധന്യമായ ഓർമ്മ മനസ്സിൽ സൂക്ഷിക്കാൻ മാത്രം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. എല്ലാവർക്കും നമസ്കാരം. രണ്ടു ഗുരുക്കന്മാരും വളരെ പൂർണ്ണമായ ജോൺ പോൾ ചിത്രം നമ്മുടെ മനസ്സുകളിലേക്ക് കോറിയിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല. ജോൺ പോൾ സാറിൻ്റെ ഓർമ്മ നിറഞ്ഞു നിൽക്കുന്ന അനുഭവം നമ്മുടെ ഹൃദയങ്ങളിൽ തുളുമ്പി നിൽക്കുന്നുണ്ട്. സാറ് നമ്മളിൽ നിന്ന് വേർപിരിയുന്നതിന് 2 മാസം മുമ്പ് വരെയുള്ള കാലഘട്ടത്തിൽ നിരന്തരമായിട്ട് രാവിലെ 4 മണിക്ക് എനിക്ക് വോയിസ് ക്ലിപ്പ് വരുമായിരുന്നു. അത് മറ്റൊന്നുമല്ല, ചാവറയിൽ ഫിലിം സ്കൂൾ തുടങ്ങുന്നതിനെ കുറിച്ചും അതിൻ്റെ പ്ലാനിങ്ങിനെ കുറിച്ചും, ചാവറയിൽ നമുക്ക് ഫിലിം ഫെസ്റ്റിവൽ നടത്തണം, അതെങ്ങനെ നടത്തണം, എങ്ങനെ നടത്താൻ പറ്റും എന്നൊക്കെയുള്ള ഒരുപാട് ചർച്ചകൾ ഈ വോയിസിൽ വരും. ഞാനതൊരു 6 മണി 7 മണി കഴിയുമ്പോഴാണ് ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യാറുണ്ടായിരുന്നത്. അതുകൊണ്ട് വളരെ സൈലന്റ് ആയിട്ടുള്ളൊരു ഹൃദയബന്ധം ഞാനും സാറുമായിട്ട് കീപ്പ് ചെയ്തിരുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിച്ചാൽ അടുത്ത വർഷം ആ ഫിലിം ഫെസ്റ്റിവലിലൂടെ സാധ്യതമാകുമെന്ന് വിചാരിക്കുകയാണ്. അതിൻ്റെ ഒരു കട്ടൺ റേസർ പോലെ ഈ വർഷം ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്തുകയും ജോൺ പോൾ സ്ക്രിപ്റ്റ് അവാർഡ് നമ്മളോട് ആയിഷ മാമിൻ്റെ കൈകളിലൂടെ തന്നെ നമുക്ക് അത് കൊടുക്കുവാനും സാറിൻ്റെ സ്മരണ നിലനിർത്തുവാനുമായിട്ട് സാധിച്ചു. ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. വിഷലുകളുടെ ലോകത്ത് ഇരുന്നുകൊണ്ട് ജോൺ പോൾ സാറിൻ്റെ എല്ലാ ചിത്രങ്ങളും എടുക്കുമ്പോൾ കുടുംബ ബന്ധങ്ങളുടെ വ്യത്യസ്തമായ രേഖകളെ കൃത്യമായി അടയാളപ്പെടുത്തുകയും വ്യത്യസ്തമായ ഇമോഷനുകളെ വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ
തീർച്ചയായിട്ടും ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ചൗറ കൾച്ചർ സെന്ററിനോട് ചേർന്ന് എന്നും ജോൺ പോൾ സാറ് നമ്മളുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കണമെന്നുള്ള ആഗ്രഹം അത് കൃത്യമായി അതിന്റെ ചുവടുവെപ്പുകൾ നടക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. സത്യം പറഞ്ഞാൽ വേദിയിലിരിക്കേണ്ടവർ ആണ്, സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകളും വേദിയിലിരിക്കേണ്ട ആളുകളാണ്. അതിന്റെ കാരണം ജോൺ പോൾ സാറുമായിട്ട് അത്രമാത്രം ബന്ധപ്പെട്ട വ്യക്തികളാണ്. നമ്മളുടെ ഇവിടെ തൊട്ട് തുടങ്ങിയാൽ മുത്തു തുടങ്ങി ഇന്നലെ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ സിബുവച്ചനൊക്കെ ഒരുപാട് അടുത്ത ബന്ധം സൂക്ഷിക്കുകയും ജോൺ പോൾ സാറിന്റെ ശിക്ഷിത്വം സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പഠനം ക്ലാസ്. അങ്ങനെ എല്ലാവരും തന്നെ സാറുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. നമ്മൾ ഇന്ന് ഒരു അനുസ്മരണ ചടങ്ങിന് ഉപരിയായിട്ട് ഒരു സിനിമ കൂടി കാണുകയാണ്.